ഒരു 125 സീറ്റുകളുള്ള ഒരു AC തിയേറ്റർ കോംപ്ലക്സ്. ഇപ്പോഴത്തെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ഗംഭീരമായ ശബ്ദ ദൃശ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ 125 പേരുടെ തിയേറ്റർ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലൊന്നുമല്ല ഒരുക്കിയിരിക്കുന്നത് എന്നതാണ്. ആ സ്കൂൾ അതിരപ്പള്ളിയിലെ സർക്കാർ LP സ്കൂളിലാണ്. കാണാം. അത്യാധുനിക സംവിധാനമുള്ള ഒരു തിയേറ്റർ. ഉള്ളിൽ നോക്കിയാൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിന് സമാനം തന്നെ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൊച്ചിൻ ഷിപ്പ്യാർഡും സംയുക്തമായാണ് വാഴച്ചാൽ LP സ്കൂളിൽ ഇത് ഒരുക്കിയിരിക്കുന്നത്. സിനിമ മാത്രമല്ല, സെമിനാറുകളും ക്ലാസുകളുമെല്ലാം മികച്ച ദൃശ്യ ശ്രവ്യ സംവിധാനത്തോടെ അടുത്തറിയാൻ ഇനി ഈ സ്കൂളിലെ കുട്ടികൾക്കാകും. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠനം ശ്രവ്യ ദൃശ്യവൽക്കരണത്തിന്റെ സഹായത്തോടെ മികവുറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഴച്ചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ ഈ സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, തൊട്ടടുത്ത ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കും ഉന്നതികളിലെ നിവാസികൾക്കും ഈ പദ്ധതി ഉപകാരപ്പെടും. നമ്മൾ ഉന്നതിയിലെ മനുഷ്യരുടെ സാധാരണ ജീവിതം, കഠിനമായ അവരുടെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷകരമായ ദിനം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി വളരെ ആവേശപൂർവ്വമാണ് നമ്മുടെ ഉന്നതിയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ സ്വപ്നവും പ്രതീക്ഷകളുമായി പുതിയ തലമുറയെ കെട്ടി പാർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി ഗുണകരമാവുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിലുള്ള കുട്ടികൾക്ക് ഒരു സിനിമ കാണണമെങ്കിൽ 40 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ചാലക്കുടിയിലേക്ക് പോകണം. അതിനുകൂടിയുള്ളൊരു പരിഹാരമാണ് ഇവിടെ ആയിരിക്കുന്നത്. ആധുനിക ലോകത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും അവർക്കൊരു പുതിയ കാലത്തെ സ്വപ്നം കാണുന്നതിനും ഈ ആശയം ഗുണപരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നേ, നമ്മളൊക്കെ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, 1-2 രൂപയാണ് കൊടുക്കേണ്ടത്. സ്കൂളിൽ ഇടയ്ക്കൊരു സിനിമാ പ്രദർശനം ഉണ്ടാകും. കുറേ കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെയുണ്ട്. അപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസൊക്കെ നമ്മൾ ഇതേപോലെയാണ് കണ്ടത്. നമ്മൾ സ്കൂളിലെ 2 ക്ലാസ്സൊക്കെ അതിൻ്റെ ഇതൊക്കെ മാറ്റിവെച്ച് ഒരു തിയേറ്റർ പോലെയാക്കി എല്ലാവരും നിലത്തിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരുന്ന സിനിമ കാണും. അവിടെ നിന്നാണ് പക്ക തിയേറ്റർ സെറ്റപ്പിൽ ഒരു സർക്കാർ സ്കൂളിൽ ഒരു തിയേറ്റർ ഒരുങ്ങിയിരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാര്യമാണ്. ലിഷോയ്, ഇത് അപൂർവമാണ്. എനിക്കുള്ള ആ സ്കൂളുകാർക്ക്, നാട്ടുകാർക്കൊക്കെ അഭിമാനിക്കാനില്ലേ, ഇനി എന്ത് വേണം? വാഴച്ചാലിലുള്ളവർക്കൊക്കെ ഇത്രയും നല്ല ഒരു തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ്. കാരണം മറ്റൊന്നുമല്ല, അവർക്കിപ്പോൾ നാട്ടുകാർക്ക് പോലും ഒരു തിയേറ്റർ എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. കാരണം സിനിമയൊക്കെ കാണണമെങ്കിൽ അവിടെയുള്ളവർക്കൊക്കെ തന്നെ നേരെ ചാലക്കുടിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സർക്കാർ സ്കൂളിൽ ഇത്രയും മികച്ച രീതിയിൽ ഒരു തിയേറ്റർ കോംപ്ലക്സ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അകമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ ഒരു സമാനമായ രീതിക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളുടെ ഈ വിദ്യാഭ്യാസ രീതി തന്നെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, സിനിമയൊക്കെ കാണുക എന്ന് മാത്രമല്ല, അവിടെ പലതരത്തിലുള്ള ഡോക്യുമെന്ററികൾ, അതായത് പലതരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്ന ഡോക്യുമെന്ററികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പ്രദർശിപ്പിക്കും. മാത്രമല്ല, ഈ ആധുനിക പഠന സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായുള്ള വീഡിയോ പഠന രീതികളൊക്കെ തന്നെ അവിടെ നടത്താനായുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വാഴച്ചാലിലെ ആ സ്കൂളിലെ LP സ്കൂളിലെ കുട്ടികൾക്ക് വലിയ ആഹ്ലാദം തന്നെയാണ് ഈ ഒരു പുതിയ തിയേറ്റർ ലഭിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ സ്പോൺസർമാരുടെയും ഒക്കെ തന്നെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഈ തിയേറ്റർ കോംപ്ലക്സിന്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നതും അതിന്റെ ഉദ്ഘാടനമൊക്കെ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്ക് അതിനകത്തിരുന്ന് സിനിമ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ സജ്ജമായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വാഴച്ചാലിലുള്ള കുട്ടികൾക്ക്, ആ സ്കൂളിലുള്ളവർക്ക് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള ഉന്നതികളിലുള്ളവർക്കും ട്രൈബൽ ഹോസ്റ്റലിലുള്ളവർക്കും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇവിടെ എത്തി സിനിമ കാണാനും അതുപോലെ തന്നെ അവർക്ക് മികച്ച ആ ഒരു ഏതെങ്കിലും വിനോദത്തിലും ഒക്കെ ഉള്ള ഒരു വലിയ ഉപാധിയായി ഈ തിയേറ്റർ മാറട്ടെ. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ തത്സര റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു സ്കൂളിൽ ഒരു തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പെട്ടെന്ന് സ്ഥലം എവിടെ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും നല്ല കാഴ്ചകളാണ്. കുട്ടികൾ നന്നായി അത് കാത്തു സൂക്ഷിക്കുക കൂടി ചെയ്യുക. സീറ്റുകളൊക്കെ അല്ലേ, അതൊക്കെ വൃത്തിയായി നോക്കുക, കുട്ടികളുടെ ഉത്തരവാദിത്വം കൂടിയായി കരുതുക.